വഞ്ചന കേസിൽ വ്യവസായി ഷർഷാദ് അറസ്റ്റിലായിരിക്കുന്നു. 40 ലക്ഷം രൂപ കബളിപ്പിച്ചെന്ന കേസിലാണ് അറസ്റ്റ്. ചെന്നൈയിൽ നിന്നാണ് ഷർഷാദിനെ പിടികൂടിയത്. CPM പോളിറ്റ് ബ്യൂറോയ്ക്ക് കത്തയച്ച വിവാദത്തിലായ വ്യവസായിയാണ് ഷർഷാദ്. ബിനിൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബിനിൽ, ഷർഷാദ് ഇപ്പോൾ എവിടെ, ഏത് കേസിലാണ് അറസ്റ്റിലായിരിക്കുന്നത്? മുഹമ്മദ് ഷർഷാദിനെ ചെന്നൈയിൽ നിന്നാണ് കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് ഷർഷാദുമായി ഇപ്പോൾ പോലീസ് കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. രാത്രിയോടുകൂടി ഷർഷാദിനെ കൊച്ചിയിൽ എത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് കേസാണ്. 2023-ൽ പെൻഡ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു സ്ഥാപനമുണ്ടായിരുന്നു. ആ സ്ഥാപനത്തിന്റെ ഡയറക്ടറായിരുന്നു മുഹമ്മദ് ഷർഷാദ്. ആ സ്ഥാപനം പലരിൽ നിന്നായി പണം വാങ്ങി. അങ്ങനെ കൊച്ചി സ്വദേശികളായ 2 പേരിൽ നിന്ന് 40 ലക്ഷത്തോളം രൂപയാണ് ഇവർ വാങ്ങിയത്. 24% ലാഭവിഹിതം, അതോടൊപ്പം തന്നെ ഒരു 5% വാർഷിക റിട്ടേൺ, അതോടൊപ്പം ഒരു 5% ഷെയർ, അങ്ങനെയാണ് ഇവർക്ക് വാഗ്ദാനം ചെയ്തിരുന്നത്. ഇവരുടെ നിക്ഷേപത്തിനുള്ള തിരിച്ച് കിട്ടുന്നതായിട്ട് വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ ഈ പണം ഒന്നും തന്നെ ഈ പണം നിക്ഷേപിച്ചവർക്ക് നൽകിയില്ല. അങ്ങനെ അവർ പരാതിയുമായി എത്തി. 2 കേസുകളാണ് എറണാകുളം സൗത്ത് പോലീസ് മുഹമ്മദ് ഷർഷാദിനും ഈ സ്ഥാപനത്തിന്റെ CEO ആയിരുന്ന ശരവണ്ണുമെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ നിന്നുള്ള പ്രത്യേക സംഘം ചെന്നൈയിലെത്തി മുഹമ്മദ് ഷർഷാദിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇനി ഷർഷാദിന്റെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ സമീപകാലത്ത് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരാളാണ് മുഹമ്മദ് ഷർഷാദ്. CPM PBക്ക് കത്തയച്ചു. ആ കത്ത് ചോർത്തി എന്ന ആരോപണം ഉന്നയിച്ചു. അങ്ങനെ വലിയ വിവാദങ്ങളിൽ വന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മകനുമെതിരെ ആരോപണം ഉന്നയിച്ചു. അങ്ങനെ CPMന്റെ പ്രധാനപ്പെട്ട പല നേതാക്കൾക്കുമെതിരെ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് സമീപകാലത്ത് വലിയ വാർത്തകളിൽ ഇടം നേടിയ ഒരാൾ കൂടിയാണ് ഈ വ്യവസായി മുഹമ്മദ് ഷർഷാദ്. ആ ഷർഷാദിനെയാണ് ഇപ്പോൾ വഞ്ചന കേസിൽ കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.